ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കുന്നത് ബോക്സിങ്ങിലെ കുറച്ച് ഡിഫൻസീവ് മൂവ്മെൻറ്റുകൾ. സ്ലിപ്പ്, ഡക്ക്, റോള്, വേവ്സ്, അങ്ങനെ ഒരു 4 മൂവ്മെൻറ്റുകൾ. നിങ്ങൾക്ക് ഞാൻ ഇതിനു മുമ്പ് നമ്മളിപ്പം ഒരു ബോക്സർ അല്ലെങ്കിൽ അയാളൊരു നല്ല ബോക്സർ ആവണമെങ്കിൽ എല്ലാ മൂവ്മെൻറ്റിൻ്റെ കൂടെയും അയാളുടെ ഒരു എക്സ്പെക്റ്റ് ചെയ്തിട്ട് അടുത്ത അയാൾക്ക് ഞാൻ ഇവിടെ ഒരു പഞ്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് തിരിച്ചൊരു പഞ്ച് വരുന്നുണ്ട്, ആ പഞ്ചിനെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഒരു ഡിഫൻസീവ് മൂവ്മെൻറ്റ് ആ പഞ്ചിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ നല്ലൊരു ബോക്സറാണ്. അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നിന്ന് പഞ്ച് ചെയ്യുക എന്നുള്ളതല്ല ബോക്സിങ്ങിൽ. ഇപ്പം നിങ്ങളൊരു എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ജാബ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒപ്പോണൻറ്റിൻ്റെ എൻ്റെ ഫേസും ഒപ്പോണൻറ്റിൻ്റെ ഫേസും ഒരു സിംഗിൾ ലൈനിലുണ്ടാവും, ഒരു ഇമാജിനറി ലൈൻ ഉണ്ടാവും. ആ ഇമാജിനറി ലൈനിൻ്റെ ഔട്ട്സൈഡ് ആയിരിക്കണം എൻ്റെ ഫേസ് വരേണ്ടത്. ഇൻ കേസ് ഞാൻ ഇവിടെ ഒരു ജാബ് ചെയ്തു, അയാളുടെ ജാബിലാണ് ഞാൻ, അയാൾ എനിക്ക് നേരെ ചെയ്ത ജാബിനെ ഞാൻ കൗണ്ടർ പഞ്ച് ചെയ്തതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എനിക്ക് ജാബ് ചെയ്യുമ്പോൾ ഞാൻ അതിന് കൗണ്ടർ എന്നോണം ഞാൻ അയാളുടെ അബ്ഡോമിനൽ ലോവർ ബോഡിക്ക് ഞാൻ ഒരു കൗണ്ടർ തിരിച്ച് ഞാനൊരു പഞ്ച് ചെയ്തു, ജാബ്. ഇനി അയാൾക്ക് എന്നെ അറ്റാക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് അയാളുടെ ഒന്നെങ്കിൽ അയാൾക്ക് ചെയ്യാം 4 എന്ന പഞ്ച് ചെയ്യാം, അതല്ലെങ്കിൽ അയാൾക്ക് 2 എന്ന പഞ്ച് ചെയ്യാം. ഇതാണ് അയാൾക്കുള്ള ഓപ്ഷൻ. അപ്പോൾ ആ പഞ്ച്, ഈ 2 പഞ്ചാണെങ്കിൽ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അയാളുടെ റൈറ്റ് ഹാൻഡ് വെച്ചിട്ടാണ് പഞ്ച് ചെയ്യുക. അതിനെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഞാൻ റോൾ ചെയ്യുന്നു. ഒരു പഞ്ച് ചെയ്തു, അതിനെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഒരു റോള് ചെയ്യുന്നു. ഒരു ഡിഫൻസീവ് മൂവ്മെൻറ്റ് ഞാൻ അവിടെ എപ്പോഴും ആഡ് ചെയ്യുന്നു. അപ്പോൾ അയാൾ നമുക്ക് ആകെ വരുന്ന 2 പോസിബിലിറ്റീസാണ്. ആ പോസിബിലിറ്റീസിനെ അയാൾ മറികടക്കുകയാണ്. പക്ഷേ എക്സ്പീരിയൻസ് ആവുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കറക്റ്റ് ടൈമിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആ റോളിൻ്റെ സമയത്തായിരിക്കും അയാളുടെ പഞ്ച് നമുക്ക് കിട്ടുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ മെയ്വെതറിൻ്റെ ഫൈറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, അയാൾ ക്രോസ് എന്ന പഞ്ച് ചെയ്യുന്ന സമയത്ത് അയാൾ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ ഹെഡിന് അയാൾ റോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഫൈറ്റേഴ്സിൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് പെട്ടെന്ന് മനസ്സിലാവും. ശരി, നമ്മൾ ആദ്യം ഇവിടെ പഠിക്കാൻ പോകുന്നത് സ്ലിപ്പ് എന്ന മൂവ്മെൻ്റാണ്. ബേസിക്കലി സ്ലിപ്പ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് പഞ്ചസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ഡിഫൻസീവ് മൂവ്മെൻ്റ് ആണ്. സ്ട്രെയിറ്റ് പഞ്ചസ് ആണ് ജാബ് ആൻഡ് ക്രോസ്. ഇപ്പം എനിക്ക് നേരെ ജാബ് എന്ന പഞ്ച് വന്നാൽ, എൻ്റെ ഫേസിന് നേരെ ജാബ് എന്ന പഞ്ച് വന്നാൽ, ഞാൻ അയാളുടെ റൈറ്റ് സൈഡിലേക്ക്, എൻ്റെ ഒപ്പോണൻ്റ് എന്ന് പറയുന്നത് ഓർത്തഡോക്സ് പൊസിഷനിലാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഓർത്തഡോക്സ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഫൈറ്റർ എനിക്ക് നേരെ ജാബ് എന്ന പഞ്ച് ചെയ്താൽ ഞാൻ അയാളുടെ റൈറ്റ് സൈഡിലേക്കായിരിക്കും സ്ലിപ്പ് ചെയ്യുക. സ്ലിപ്പ് ചെയ്യണ സമയത്ത് നിങ്ങൾ ഗാർഡ് പൊസിഷനിലായിരിക്കും. നിങ്ങളുടെ ഷോൾഡറിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ടിൽറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഷോൾഡറിനെ ടിൽറ്റ് ചെയ്യുന്നു. പഞ്ച് വരുന്നു, ടിൽറ്റ് ചെയ്യുന്നു. ഈ ടിൽറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലെഫ്റ്റ് ലെഗിൻ്റെ ടോയിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി കിട്ടും. ഇനി അതല്ല, ജസ്റ്റ് സ്ലിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നീനെ നിങ്ങൾക്ക് ബെൻഡ് ചെയ്തു, ഇങ്ങനെ വേണമെങ്കിലും സ്ലിപ്പ് ചെയ്യാം. ജസ്റ്റ് സ്ലിപ്പ് ചെയ്തു. ഇത് രണ്ടും ശരിയാണ്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ടോയിൽ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് സ്ലിപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പുതിയൊരു ഒരു ഹുക്ക് അടിക്കാനുള്ള ചാൻസിനെ നിങ്ങൾ ഉണ്ടാക്കുകയാണ്. കൂടുതൽ നിങ്ങൾക്ക് എനർജി, മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇതിനെ, ഇപ്പം ഞാൻ എൻ്റെ ഹീലിനെ ട്വിസ്റ്റ് ചെയ്തു, ഇതൊന്നും എനിക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ പവറിൽ എനിക്ക് കൗണ്ടർ അറ്റാക്ക് നടത്താം. നമ്മുടെ അഡ്വാൻറ്റേജാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഹെഡിനെ സ്ലിപ്പ് ചെയ്യാം, അതും ഫൈനാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഹീലിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെയും സ്ലിപ്പ് ചെയ്യാം, അതും ഫൈനാണ്. രണ്ടും കറക്റ്റാണ്. ബോക്സിങ്ങിൽ ചാൻസ് എന്താണോ, നിങ്ങൾ അവിടെ എന്താണോ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ചാൻസ്, ആ ചാൻസിൽ ബെറ്റർ ആയിട്ടുള്ള മൂവ്മെൻറ്റ് യൂസ് ചെയ്യാം.